കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to IGNO Focus 5.0 IGNO മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA ഹിസ്റ്ററി സെക്കൻഡ് ഇയറിലെ കോർ പേപ്പർ ആയ BHIC 107 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 4 എന്ന പേപ്പർ ആണ്. നമ്മളിവിടെ ജൂൺ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള വർഷങ്ങളിൽ ഇഗ്നോ നടത്തിയിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ഏകദേശം 7ഓളം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻഡെപ്ത് ആയി അനലൈസ് ചെയ്തിട്ട് ഇത്തവണ നമ്മളുടെ ഡിസംബർ എക്സാമിന് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ ഏതാണ്, ഏതൊക്കെ യൂണിറ്റ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഏതൊക്കെ പാറ്റേണിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ഇനി നമ്മൾ ഏത് ബ്ലോക്കിൽ നിന്നാണ് ഇനിയും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഡോക്യുമെന്റ് റോഡ് മാപ്പ് നോക്കാം. ഡോക്യുമെന്റ് റോഡ് മാപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് നടത്തുന്നത്. നമുക്കറിയാം നമ്മുടെ ഒരു പേപ്പറിനെ തന്നെ ഡിഫറെന്റ് ബ്ലോക്സ് ആയിട്ടും ആ ബ്ലോക്കിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റ്സും ഉണ്ട്. സോ ഈ ഓരോ യൂണിറ്റ്സിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ഏതൊക്കെയാണ്, ഹൈ റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ഏതാണ്, ലോ റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ഏതാണ്, മീഡിയം റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. രണ്ടാമതായിട്ട് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഏതൊക്കെ രീതിയിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, അതായത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണ്, മാർക്കിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, ലോങ് ആൻസേഴ്സിന് നമ്മൾ എത്രത്തോളം ആൻസേഴ്സ് എഴുതണം, ദെൻ ഷോർട്ട് നോട്ടിന് എത്രത്തോളം ആൻസേഴ്സ് എഴുതണം, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ തേർഡ് നമ്മൾ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്നുള്ളതാണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. എക്സാമ്പിള് നമ്മളുടെ ഇക്ത സിസ്റ്റം, അതുപോലെ തന്നെ വിജയനഗര അഡ്മിനിസ്ട്രേഷന്, ഭക്തി ഓർ സൂഫി ഓർഡേഴ്സ്, അർബനൈസേഷന്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. ഇനി 2025 ഈ ഒരു ഡിസംബറിലെ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിൽ നിന്നായിരിക്കാം എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം, അതിന് നമ്മളൊരു പ്രോബബിലിറ്റി കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സ്, മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ഏതാണ്, ലോ പ്രോബബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് ഏതാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ. ഈ പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ 100 മാർക്സിനായിരിക്കും നമ്മൾ ആ ഒരു ആൻസേഴ്സ് എഴുതേണ്ടത്. അതും ഒരു 3 ഹവേഴ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിൽ തന്നെ സെക്ഷൻ 1 സെക്ഷൻ 2 ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. ഈ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറിലെ ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ഏത് രീതിയിലാണ് ആൻസേഴ്സ് എഴുതേണ്ടത്, അതിന് എത്രത്തോളം ആൻസേഴ്സ് എഴുതേണ്ടി വരും, ഏതൊക്കെ കീ പോയിന്റ്സ് അതിൽ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കണം, അതിനൊക്കെ നിങ്ങൾക്ക് ഒരു മോഡൽ ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ നമ്മൾ ഈ ഒരു സെഷന്റെ ഒരു മെത്തഡോളജി നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഇത്തവണ എക്സാമിന് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, നമ്മൾ ഓരോ യൂണിറ്റിലും ഏതൊക്കെ ടോപ്പിക്കിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഒരു തീരുമാനിക്കുന്നത്. അതായത് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് സിലബസ് മാപ്പിംഗിലേക്ക് എടുക്കാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. സോ ഇവിടെ ഓരോ ബ്ലോക്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് വരുന്നുണ്ട്. ആ യൂണിറ്റ്സിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഉണ്ട്. അപ്പം ഓരോ ടോപ്പിക്കും എത്രത്തോളം റെലവെന്റ് ആണ്, അതിൽ ഹൈ റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഉണ്ട്, മീഡിയം റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഉണ്ട്, ലോ റെലവെന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഉണ്ട്. അപ്പം ഇവിടെ ഒരു ടോപ്പിക്ക്
ഹൈ റെലവെന്റ് ആണോ അല്ലെങ്കിൽ മീഡിയം റെലവെന്റ് ആണോ ലോ റെലവെന്റ് ആണോ എന്ന് നിർണ്ണയിക്കുന്നത് ആ ടോപ്പിക്കിൽ നിന്നും മുൻ വർഷങ്ങളിൽ എക്സാമിന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു 10 അല്ലെങ്കിൽ അബൌട്ട് 10 ക്വസ്റ്റ്യൻസ് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എങ്കിൽ അത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഒരു 9 to 5 ടൈംസ് ആണ് ഫാസ്റ്റ് ഇയർ എക്സാമിന് ആ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നത് എങ്കിൽ അത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇനി ബിലോ 5 ആണ് ക്വസ്റ്റ്യൻസ് വന്നത് എങ്കിൽ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ ഇവിടെ തീം 2 യൂണിറ്റ് 2 ഡൽഹി സുൽത്താനേറ്റ് കൺസോളിഡേഷൻ ആൻഡ് എക്സ്പാൻഷൻ എന്നുള്ളതാണ്. അതിൽ സൗത്തിലെ ഡൽഹി സുൽത്താനേറ്റിന്റെ എക്സ്പാൻഷനെ കുറിച്ച് പറയുന്ന ഒരു ടോപ്പിക്, അത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 53 തവണ എക്സാമിന് ചോദിച്ചു എന്നുള്ളതാണ്. ദെൻ തീം 4 യൂണിറ്റ് 19 പെയിന്റിങ്സ് ആണ്. ഇതിൽ പെയിന്റിംഗ് അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 18 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ തീം 1 ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സർവേ ഓഫ് സോഴ്സസിലെ പൊളിറ്റിക്കൽ ക്രോണിക്കിൾസ് ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 15 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ തീം 3 യൂണിറ്റ് 13 നിന്നുള്ള ഇൻലാൻഡ് ട്രേഡ് അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 15 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. തീം 3 യൂണിറ്റ് 13 നിന്നുള്ള ട്രേഡ് അണ്ടർ ദ ഡൽഹി സുൽത്താൻസ് എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 15 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. ദെൻ തീം 2 യൂണിറ്റ് 3 നിന്നുള്ള ദ കാലിഫേറ്റ് അണ്ടർ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളതും 14 തവണ എക്സാമിന് വന്നിട്ടുള്ള ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ തീം 2 യൂണിറ്റ് 4 നിന്നുള്ള സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 14 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ തീം 2 യൂണിറ്റ് 4 നിന്ന് തന്നെയുള്ള പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 14 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 4 തന്നെ നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 14 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 5 ഡെക്കാൻ കിങ്ഡംസ് സദേൺ കിങ്ഡംസ് ആൻഡ് ദ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 14 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 10 അഗ്രാരിയൻ ക്ലാസസ് എന്നതിൽ വരുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 14 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 9 ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ ലാൻഡ് റവന്യൂ ആൻഡ് ഇറ്റ്സ് എക്സ്ട്രാക്ഷൻ അണ്ടർ ദ ഡൽഹി സുൽത്താൻസ് എന്നുള്ളത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 14 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 9 ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള യൂണിറ്റിലെ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഡൽഹി സുൽത്താൻസ് എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 14 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 9 തന്നെ കറൻസി സിസ്റ്റം ഓഫ് ദ ഡൽഹി സുൽത്താൻസ് എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 14 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 10 അഗ്രാരിയൻ റിലേഷൻസ് ഇൻ ദ 13th to 14th centuries എന്നുള്ളതും ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 12 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 3 കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ നൊബിലിറ്റി ആൻഡ് ദ സുൽത്താൻസ് എന്നുള്ളത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 10 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 15 ഫോർമേഷൻ ഓഫ് സൂഫി ഓർഡേഴ്സ് ഓഫ് സിൽസിലാസ്, ഇത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 10 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 3 ദ സുൽത്താൻ എന്നുള്ള ടോപ്പിക് മീഡിയം റെലവെന്റ് ആണ്. 8 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 8 എമർജൻസ് ഓഫ് റീജിയണൽ പവേഴ്സ് സം തിയറീസ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 8 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 14 എമർജൻസ് ഓഫ് ഭക്തി മൂവ്മെന്റ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 8 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 15 ദ ഇമ്പാക്ട് ഓഫ് കണ്ടംപററി മിസ്റ്റിക് ഐഡിയാസ് ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഓൺ ഇന്ത്യൻ സൂഫീസ് എന്നുള്ളതും ദ സൂഫി ആൻഡ് ഭക്തി മൂവ്മെന്റ്സ് ആൻഡ് കൾച്ചറൽ സിന്തസിസ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 8 തവണയാണ് എക്സാമിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 6 റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് അണ്ടർ ദ വിജയനഗര എംപയർ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 7 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 14 പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഫോർ ദ റൈസ് ഓഫ് ഭക്തി മൂവ്മെന്റ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആണ്. 7 തവണ എക്സാമിന് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 15 ഗ്രോത്ത് ഓഫ് ഓർഗനൈസ്ഡ് സൂഫി മൂവ്മെന്റ് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 7 തവണയാണ് എക്സാമിന് ചോദിച്ചത്.
ദെൻ യൂണിറ്റ് 7 നേച്ചർ ഓഫ് ദി വിജയനഗര സ്റ്റേറ്റ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 6 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 7 തന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദ വിജയനഗര എംപയർ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 6 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 7 ഇക്കണോമി ഓഫ് ദ വിജയനഗര എംപയർ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആണ്. 6 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 14 നിന്നുള്ള ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആണ്. 6 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 16 കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ശ്രാമണിക് ആൻഡ് വേദാന്തിക് ട്രഡീഷൻസ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 6 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 19 നിന്നുള്ള പെയിന്റിംഗ് അണ്ടർ ദ റീജിയണൽ കിങ്ഡംസ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 6 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് യൂണിറ്റിലെ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. യൂണിറ്റ് 1 തന്നെ ലിറ്ററേച്ചർ ഇൻ ദ റീജിയണൽ ലാംഗ്വേജസ് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആണ്. 5 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 1 തന്നെ ലിറ്ററേച്ചർ ഇൻ ദ റീജിയണൽ ലാംഗ്വേജസ് ഓഫ് നോർത്ത് ഇന്ത്യ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആണ്. 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 1 തന്നെ ലിറ്ററേച്ചർ ഇൻ ദ റീജിയണൽ ലാംഗ്വേജസ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആണ്. 5 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 2 നിന്നുള്ള കോൺഫ്ലിക്റ്റ് ആൻഡ് കൺസോളിഡേഷൻ 1206 to 1290 എന്നുള്ളത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 5 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 5 കോൺക്വസ്റ്റ് ആൻഡ് കൺസോളിഡേഷൻ ഓഫ് ബാമനി പവർ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആണ്. 5 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 13 നിന്നുള്ള ട്രേഡ് ആൻഡ് കോമേഴ്സ് ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള ടോപ്പിക് മീഡിയം റെലവെന്റ് ആണ്. 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ യൂണിറ്റ് 9 നിന്നുള്ള അഗ്രാരിയൻ മെഷേഴ്സ് ഓഫ് അലാവുദ്ദീൻ ഖൽജി എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 5 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 9 തന്നെ അഗ്രാരിയൻ മെഷേഴ്സ് ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 5 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 14 നിന്നുള്ള ഭക്തി മൂവ്മെന്റ് ഇൻ നോർത്ത് ഇന്ത്യ എന്നുള്ളതും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. യൂണിറ്റ് 14 തന്നെ മറ്റൊരു ടോപ്പിക് ആണ് വൈഷ്ണവ ഭക്തി മൂവ്മെന്റ് ഇൻ നോർത്ത് ഇന്ത്യ എന്നുള്ളത്. ഇതും മീഡിയം റെലവെന്റ് ആണ്. 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ദെൻ മറ്റൊരു ടോപ്പിക് ആണ് വൈഷ്ണവ ഭക്തി മൂവ്മെന്റ് ഇൻ ബംഗാൾ. ഇതും മീഡിയം റെലവെന്റ് ആണ്. 5 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 14 തന്നെ മറ്റൊരു ടോപ്പിക് ഭക്തി മൂവ്മെന്റ് ഇൻ മഹാരാഷ്ട്ര എന്നുള്ളതും മീഡിയം റെലവെന്റ് ആണ്. 5 തവണയാണ് എക്സാമിന് ചോദിച്ചത്. മറ്റൊരു ടോപ്പിക് വരുന്നത് ഭക്തി മൂവ്മെന്റ് ഇൻ അതർ റീജിയൻസ്. ഇതും മീഡിയം റിലവന്റ് ആണ്. 5 തവണയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 15 സൂഫി ട്രഡീഷൻ എന്നുള്ള യൂണിറ്റിൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ് ദ ഫോർമാറ്റീവ് സ്റ്റേജ് അപ് ടു 10th century എന്നുള്ളത് മീഡിയം റെലവെന്റ് ആണ്. 5 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 19 ഡെക്കാൻ പെയിന്റിങ്സ് എന്നുള്ള ടോപ്പിക് മീഡിയം റെലവെന്റ് ആണ്. 5 തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ തന്നെ ഒരു ബാർ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ എക്സ് ആക്സിസിലെ നമ്മുടെ ബ്ലോക്സും വൈ ആക്സിസിൽ ആ ബ്ലോക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളതുമാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇതിൽ തീം 2 നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പം തീം 2 ആണ് നമുക്ക് ഹൈ വെയിറ്റേജ് വരുന്ന ഒരു തീം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു തീം 2 നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് അതിലെ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോവാം. തീം 2 കഴിഞ്ഞാല് തീം 4, തീം 3 ഇതിൽ നിന്നുമാണ് പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. തീം 1 നിന്നും താരതമ്യേന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്നാലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം 4 തീമും നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന തീംസ് ആണ്. ഇതിൽ തന്നെ ഒരു ഹീറ്റ് മാപ്പ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പെയിന്റിങ്സ് അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ്. 18 തവണ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പെയിന്റിംഗ് അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളത്. അപ്പൊ ഇതിലെ ഗ്രോത്ത് ഓഫ് പെയിന്റിംഗ് അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ് അല്ലെങ്കിൽ സ്റ്റൈൽസ് ഓഫ് പെയിന്റിങ്സ് അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ് അല്ലെങ്കിൽ എവിഡൻസ് ഫോർ മ്യൂറൽസ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പല ഇയേഴ്സിലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ഇതൊരു ഹൈ yield ടോപ്പിക് ആണ് പെയിന്റിംഗ് അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളത്. സെക്കൻഡ് വൺ പൊളിറ്റിക്കൽ ക്രോണിക്കിൾസ് ഡൽഹി സുൽത്താനേറ്റ്. 15 തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ്. ഹസൻ നിസാമി, ബറാനി, അമീർ ഖുസ്രോ ഇവരുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ ക്രോണിക്കിൾസിനെ കുറിച്ചിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടും ഷോർട്ട് നോട്ട് ആയിട്ടും ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ തേർഡ് വൺ
ഇൻലാൻഡ് ട്രേഡ് അണ്ടർ ദ ഡൽഹി സുൽത്താൻസ് 15 തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ്. എസ്സേ ഓൺ റൂട്ട്സ്, മർച്ചന്റ്സ്, കമ്മോഡിറ്റീസ് ആൻഡ് സ്റ്റേറ്റ് മാർക്കറ്റ് റിലേഷൻസ്. ഈ രീതിയിലാണ് പല തവണകളിലായിട്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിക്കാറുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് യൂണിറ്റ് 1, യൂണിറ്റ് 13, യൂണിറ്റ് 19 ഈ 3 യൂണിറ്റ്സിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പം ഈ യൂണിറ്റ്സും നിങ്ങൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോവുക. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നമ്മൾ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നടത്തുന്നത്. അപ്പം സാധാരണയായിട്ട് എക്സാമിന് ഏതൊക്കെ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? 2 ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എസ്സേ ഫോർമാറ്റും ഷോർട്ട് നോട്ട് ഫോർമാറ്റും. എസ്സേ എന്ന് പറയുമ്പോൾ അതിന് 20 മാർക്സ് ആണ് ഉണ്ടായിരിക്കുക. നമ്മൾ ഏകദേശം ഒരു 400 വേർഡ്സിലാണ് എസ്സേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ ഷോർട്ട് നോട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് 2 ഷോർട്ട് നോട്ട്സ് ആയിരിക്കും എഴുതേണ്ടി വരിക. ഓരോ ഷോർട്ട് നോട്ടിലും 10 മാർക്ക് വീതമാണ്. അങ്ങനെ 10 + 10 20 മാർക്സ് ആണ് ഷോർട്ട് നോട്ട്സിന് ഉണ്ടാവുക. അപ്പോൾ ഒരു ഷോർട്ട് നോട്ട് ഒരു 200 വേർഡ്സിലാണ് നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ 2 ഷോർട്ട് നോട്ട് ആകുമ്പോൾ 400 വേർഡ്സ് ആവും. അങ്ങനെ 20 മാർക്സ്. ആ രീതിയിലാണ് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇപ്പൊ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മൾ എസ്സേ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 20 മാർക്കാണ്. 400 വേർഡ്സിലാണ് എസ്സേ എഴുതേണ്ടത്. എസ്സേ എഴുതുന്ന സമയത്ത് നമ്മളൊരു എക്സാമിനർ നമ്മളുടെ എത്രത്തോളം ആ ഒരു കാര്യത്തിൽ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾക്ക് ക്ലിയർ ആണ്, ഇതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. എസ്സേ എഴുതുമ്പോൾ ഒരു തിസിസ് ഫോർമാറ്റിൽ തന്നെ എഴുതാം. ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ നമ്മളുടെ മെയിൻ ബോഡി, ആ മെയിൻ ബോഡിയിൽ നമ്മളുടെ ആർഗ്യുമെന്റ്സ് നമ്മൾ എഴുതാം. ദെൻ നമ്മളൊരു കൺക്ലൂഷനും കൊടുക്കുക. അപ്പം ഈ നമ്മളുടെ മെയിൻ ബോഡി എന്ന് പറയുന്നത് അവിടെ നമ്മൾ എന്തൊക്കെ കൊടുക്കണം? നമ്മളുടെ കോസസ്, ആ ഒരു ഇവന്റ് നടക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ പിന്നെ നമ്മൾ അതിനൊരു അനാലിസിസ് നടത്തുക. നമ്മൾ ഏതൊരു കാലഘട്ടത്തിലാണ് ഒരു ഇവന്റ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ എഴുതിയിരിക്കണം. ദെൻ അതിന് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഈ രീതിയിലാണ് എസ്സേ എഴുതുക. പൊതുവെ എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് സ്റ്റാർട്ട് ചെയ്യല് ഡിസ്കസ്, എക്സാമിൻ, ട്രേസ്, അനലൈസ് എന്നുള്ള വേർബ്സ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വേർബ്സ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കുക എന്താണ്? എസ്സേ എഴുതാനാണ്. അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം? ആ ഒരു ഇവന്റിനെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ കോസസ് എന്താണ്, അതിന്റെ കോൺസിക്വൻസസ് എന്താണ്, അതിൽ നമ്മൾ ഏതൊരു കാലഘട്ടത്തിലാണ് അത് നടക്കുന്നത്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഷോർട്ട് നോട്ട് ആണ്. ഷോർട്ട് നോട്ടിന് 20 മാർക്സ് ആയിരിക്കും ടോട്ടല്. പക്ഷെ ഓരോ ഷോർട്ട് നോട്ടിനും 10 മാർക്ക് വീതമാണ് ഉണ്ടാവുക. 200 വേർഡ്സിലാണ് ഷോർട്ട് നോട്ട് എഴുതേണ്ടത്. അപ്പം ഈ ഷോർട്ട് നോട്ട്സിലേക്ക് വരുമ്പോൾ നമ്മൾ എസ്സേസ് എഴുതിയ പോലെ അത്രയും വാരി വലിച്ച് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇതിലും നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുക, പിന്നെ ഒരു 2 to 3 കീ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക, അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്, ആ രീതിയിൽ തന്നെ നമ്മൾ എഴുതി പോകുക. കൂടുതൽ എന്താണ് നമ്മൾ വാരി വലിച്ച് എഴുതേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു 200 വേർഡ്സിൽ എഴുതുക എന്നുള്ളതാണ്. നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് ടീം 1 ഇന്റർപ്രറ്റിംഗ് ദ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ള ടീമിൽ നിന്നും ഏകദേശം 8.2% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഒരു ആവറേജ് 13 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലാസ്റ്റ് 5 സെഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ദെൻ ടീം 2 പൊളിറ്റിക്കൽ ഫോർമേഷൻസ് എന്നുള്ളതിൽ നിന്നും 49.7% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏകദേശം 79 ആണ് ആവറേജ് മാർക്ക്. ദെൻ ടീം 3 സൊസൈറ്റി ആൻഡ് ഇക്കോണമി എന്നുള്ള ടീമിൽ നിന്നും 16.4% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ആവറേജ് മാർക്ക് 26 ആണ്. ദെൻ ടീം 4 റിലീജിയസ് ഐഡിയാസ് ആൻഡ് വിഷ്വൽ കൾച്ചർ എന്നുള്ളതിൽ നിന്നും 25.8% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി ഒരു 41 ആയിരുന്നു അതിന്റെ ആവറേജ് മാർക്ക്. ഇതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം കോമൺ ആയിട്ട് നമുക്ക് എക്സാമിന് ഷോർട്ട് നോട്ട് ആൻഡ് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അതിൽ 75% ലോങ് എസ്സേയും 25% ഷോർട്ട് നോട്ടും ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
ഇവിടെ ടീം 2-ൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പൊളിറ്റിക്കൽ ഫോർമേഷൻ എസ്സേസ്, ഡൽഹി സുൽത്താനേറ്റ്, വിജയനഗര, റീജിയണൽ സ്റ്റേറ്റ്സ്, ഇതിനൊക്കെ പൊളിറ്റിക്കൽ ഫോർമേഷൻ എസ്സേസ് ഒക്കെയാണ് ആ ഒരു ടീം 2-ൽ നിന്നും മെയിൻലി ചോദിക്കുന്നത്. അപ്പം ഏകദേശം എന്താണ് ഒരു 50% ക്വസ്റ്റ്യൻസും ഈ ഒരു ടീം 2-ൽ നിന്നാണ് ചോദിക്കാറുള്ളത്. ലാസ്റ്റ് 5 സെഷൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു 75 to 80 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ടീം 2-ൽ നിന്നുമാണ്. ഇനി ടീം 4 നോക്കുന്ന സമയത്ത് ഒരു 26% ആണ് അതിന്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷേ ജൂൺ 2024 ഈ ഒരു ഏരിയയിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ആർട്ട്, ആർക്കിടെക്ചർ, പെയിന്റിങ്സ് ഈ ടോപ്പിക്സിൽ നിന്നും ജൂൺ 2024 ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ ടീം 1 നോക്കുന്ന സമയത്ത് ജൂൺ 2023 വരെ അതിൽ നിന്ന് വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ജൂൺ 2025 വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോഴ്സസ്, ഹിസ്റ്റോറിയോഗ്രഫി, റീജിയണൽ ലിറ്ററേച്ചർ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അപ്പം ഈ ഒരു ഏരിയ ഇനിയും മേ ബി എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉണ്ടാവും. നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ കാർഖാനാസ് എന്നുള്ളതാണ്. then second one postal system of Delhi Sultans, then third one canal irrigation and its impact, fourth one Suherwadi Silsila, fifth one the Ulama, sixth one Shramanic traditions, seventh one Ikta define describe powers of Mukti or Wali. ഇങ്ങനെ ഒരു ഇക്ത സിസ്റ്റത്തിനെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കാം. അപ്പം പല എന്താണ് ഫ്രേസസിൽ അത് ചോദിക്കാം. പക്ഷെ എന്താണ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ഇക്ത സിസ്റ്റം എന്താണെന്ന് ക്ലിയർ ആയാൽ ഏത് രീതിയിൽ അതിനെ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റും. then eighth one local administration under the Vijayanagara Empire, then ninth one process of urbanization in the 13th to 15th centuries, 10th one temple constructions. ഇതാണ് ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ കാർഖാനാസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുള്ളത് ടീം 2-ലെ യൂണിറ്റ് 2-ൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആവറേജ് മാർക്ക് 10 ആയിരുന്നു. 2 തവണയാണ് ഇത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ ടീം 2-ലെ പോസ്റ്റൽ സിസ്റ്റം ഓഫ് ഡൽഹി സുൽത്താൻസ് എന്നുള്ള ടോപ്പിക്കിനും ആവറേജ് മാർക്ക് 10 ആയിരുന്നു. 2 തവണയാണ് അപ്പിയർ ചെയ്തത്. ദെൻ ടീം 3-ലെ കനാൽ ഇറിഗേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് എന്നുള്ളതും 10 മാർക്ക് ആയിരുന്നു ആവറേജ് മാർക്ക്. ദെൻ 2 തവണയാണ് അതും അപ്പിയർ ചെയ്തിട്ടുള്ളത്. ടീം 4-ലെ സുഹർവാദി സിൽസിലയുടെ ആവറേജ് മാർക്ക് 10 ആയിരുന്നു. 2 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ടീം 2-ലെ ഉലമ എന്നുള്ള ക്വസ്റ്റ്യനും 10 ആയിരുന്നു ആവറേജ് മാർക്ക്. 2 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ ടീം 4-ലെ ശ്രാമണിക് ട്രഡീഷൻസ് എന്നുള്ളതിനും 10 ആയിരുന്നു ആവറേജ് മാർക്ക്. 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ടീം 2-ലെ ഇക്ത പ്ലസ് പവേഴ്സ് ഓർ ഫങ്ഷൻസ് ഓഫ് മുക്തി ഓർ വാലി എന്നുള്ളതും 16.7 ആയിരുന്നു ആവറേജ് മാർക്ക്. 3 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ടീം 2-ലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ വിജയനഗര എന്നുള്ളത് ആവറേജ് മാർക്ക് 20 ആയിരുന്നു. 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ടീം 3-ലെ പ്രോസസ് ഓഫ് അർബനൈസേഷൻ 13th to 15th എന്നുള്ളതും 20 ആയിരുന്നു ആവറേജ് മാർക്ക്. 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ടീം 4-ലെ ടെമ്പിൾ കൺസ്ട്രക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യനും 10 ആയിരുന്നു ആവറേജ് മാർക്ക്. 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്കൊരു ടോപ്പ് 10 റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് 49% ആണ് അതിന്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ ഓൾ അതർ പ്രോംസ് ഒരു 51% ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ലോ, അതിന് ഏത് രീതിയിൽ പഠിക്കണം? ഫസ്റ്റ് വൺ ഡ്രിൽ ടൈമിംഗ് എന്നുള്ളതാണ്. അപ്പം ഈ ഓരോ ടോപ്പിക്കിനും അത് എസ്സേ ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ആയിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എസ്സേ ആവുന്ന സമയത്ത് ഒരു 5 മിനിറ്റിൽ ഔട്ട്ലൈൻ തയ്യാറാക്കാം. 12 to 14 മിനിറ്റ്സിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക. ഷോർട്ട് നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 7 to 9 മിനിറ്റ്സിൽ അത് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോ ടോപ്പിക്കും അറ്റ്ലീസ്റ്റ് ഒരു 2 തവണയെങ്കിലും ആ ഒരു എക്സാക്ട് ടൈം മാനേജ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ദെൻ സ്ട്രക്ചർ ഫ്രം ദ റബ്രിക്, thesis plus 2 to 3 sub arguments, short conclusion for essays. അപ്പൊ എസ്സേ എഴുതുന്ന സമയത്ത് എന്താണോ ആ കാര്യം എന്നുള്ളത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ആർഗ്യുമെന്റ്സ്, ഈ ആർഗ്യുമെന്റ്സ് വരുന്നത് മെയിൻ ബോഡിയിലാണ്. അവിടെ കോസസ്, കോൺസിക്വൻസസ്, അതിന്റെ സിഗ്നിഫിക്കൻസ്,
പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പീരിയഡിനെ കുറിച്ചിട്ട് പ്രത്യേകം മെൻഷൻ ചെയ്യുക. ഏതെങ്കിലും സോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ മെൻഷൻ ചെയ്യുക. ഇനി ഷോർട്ട് നോട്ടിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനിഷൻ കൊടുക്കുക, ഒരു 2 to 3 കീ പോയിന്റ്സ് എഴുതാം, ദെൻ അതിന്റെ സിഗ്നിഫിക്കൻസ് എഴുതാം. ദെൻ ക്രോസ് ലിങ്ക് ടു യൂണിറ്റ്സ്. ഇപ്പം നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് അതിനെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എന്തായിരുന്നു അതിന്റെ ഹെഡ്ലൈന് അത് കൃത്യമായിട്ട് എഴുതുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. സോ ഇവിടെ ഇനി നമ്മൾ ഇത്തവണ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നാണ് നോക്കുന്നത്. ഇപ്പം ഫസ്റ്റ് വൺ തീം 3-ലെ യൂണിറ്റ് 9-ൽ നിന്നുള്ള ലാൻഡ് റവന്യൂ ആൻഡ് ഇറ്റ്സ് എക്സ്ട്രാക്ഷൻ അണ്ടർ ദ ഡൽഹി സുൽത്താൻസ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. 71.4% ആണ് പ്രോബബിലിറ്റി. സെക്കൻഡ് വൺ തീം 2-ലെ യൂണിറ്റ് 6-ൽ നിന്നുള്ള റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് അണ്ടർ ദ വിജയനഗര എംപയർ എന്നുള്ളതും മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 57.1% ആണ് അതിന്റെ പ്രോബബിലിറ്റി. ദെൻ തീം 4 യൂണിറ്റ് 16-ൽ നിന്നുള്ള കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ശ്രാമണിക് ആൻഡ് വേദാന്തിക് ട്രഡീഷൻസ് എന്നുള്ളതും മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 57.1% ആണ് പ്രോബബിലിറ്റി. ദെൻ തീം 3-ലെ യൂണിറ്റ് 10-ൽ നിന്നുള്ള അഗ്രാരിയൻ റിലേഷൻസ് ഇൻ ദ 13th to 14th സെഞ്ചുറീസ് എന്നുള്ളതും മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. 42.9% ആണ് അതിന്റെ പ്രോബബിലിറ്റി. സോ ഇവിടെ നമ്മൾ ഹൈ ആൻഡ് മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് പറഞ്ഞല്ലോ. നമ്മുടെ ഈ ഒരു ലാൻഡ് റവന്യൂ ആൻഡ് ഇറ്റ്സ് എക്സ്ട്രാക്ഷൻ അണ്ടർ ദ ഡൽഹി സുൽത്താൻസ് എന്നുള്ളത് ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് ഹൈ കാറ്റഗറിയിൽ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 8 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയ സമയത്ത് അതിൽ 5 തവണയും ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഒരു ഹൈ കാറ്റഗറിയിലാണ് വരുന്നത്. 71.4% ആണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ജൂൺ 2023, ഡിസംബർ 2022, ഡിസംബർ 2023, ഡിസംബർ 2024, ജൂൺ 2025 ഈ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇതൊരു ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഹൈ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ് ലാൻഡ് റവന്യൂ ആൻഡ് ഇറ്റ്സ് എക്സ്ട്രാക്ഷൻ അണ്ടർ ദ ഡൽഹി സുൽത്താൻസ് എന്നുള്ളത്. ദെൻ മീഡിയം കാറ്റഗറിയിൽ വരുന്ന ആദ്യത്തെ ഒരു ടോപ്പിക് ആണ് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് അണ്ടർ ദ വിജയനഗര എംപയർ. ഇതിന്റെ പ്രോബബിലിറ്റി പെർസെൻറ്റേജ് 57.1% ആണ്. 7 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയതിൽ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റിയിട്ടുണ്ട്. ജൂൺ 2022, ഡിസംബർ 2022, ഡിസംബർ 2024, ജൂൺ 2025 ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ മീഡിയം കാറ്റഗറിയിൽ വരുന്ന രണ്ടാമത്തെ ഒരു ടോപ്പിക് ആണ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ശ്രാമണിക് ആൻഡ് വേദാന്തിക് ട്രഡീഷൻ എന്നുള്ളത്. ഇതും 7 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയതിൽ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റിയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ്. 57.1% ആണ് പ്രോബബിലിറ്റി വരുന്നത്. ജൂൺ 2022, ഡിസംബർ 2023, ഡിസംബർ 2024 ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം ഇത് മേ ബി ഷോർട്ട് നോട്ട് ആയിട്ടും അല്ലെങ്കിൽ ലോങ് എസ്സേസ് ആയിട്ടും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ മീഡിയം കാറ്റഗറിയിൽ വരുന്ന മൂന്നാമത്തെ ഒരു ടോപ്പിക് ആണ് അഗ്രാരിയൻ റിലേഷൻസ് എന്നുള്ളതും. ഇത് 7 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയതിൽ 3 തവണയും ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 42.9% ആണ് പ്രോബബിലിറ്റി. ജൂൺ 2022, ജൂൺ 2023, ഡിസംബർ 2023 ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ ഹൈ പ്രയോറിറ്റി ഒരു അബോവ് 70% നമ്മൾ ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്ന ടോപ്പിക്സിനെ നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കണം. സോ അതിന് ഇവിടെ പറയുന്നത് ഒരു 20 മാർക്കിന്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ എസ്സേ തന്നെ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒരു എസ്സേക്ക് ഒരു 30 to 34 മിനിറ്റ്സിൽ ഒരു എസ്സേ നിങ്ങൾ എഴുതിയിരിക്കണം. അതിൽ 2 to 3 സബ് ആർഗ്യുമെന്റ്സ് വേണം. എസ്സേ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ മെയിൻ ബോഡി വേണം, അതിൽ കൺക്ലൂഷൻ വേണം. ദെൻ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുക, ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്യുക. കലീസ, കരാജ്, മുക്തി ഇതിന്റെ ഒക്കെ ഡെഫിനേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതൊക്കെയാണ്. ദെൻ മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സിൽ ക്രിയേറ്റ് 1 പേജ് ആൻസർ ഫ്രെയിംസ്. ഒരു പേജിൽ വരുന്ന ഒരു ആൻസർ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു 12 to 14 മിനിറ്റ്സിന്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. അതിലും നമ്മൾ ഇൻട്രൊഡക്ഷന്, പിന്നെ മെയിൻ ബോഡിയിൽ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട 3 പോയിന്റ്സ്, ദെൻ അതിൽ എവിഡൻസ് ഇൻക്ലൂഡ് ചെയ്യുക,
അതിലെ സോഴ്സിന്റെ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസിന്റെയോ നെയിം ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. Then do mixed sets. Pair a tier B essay with 2 short notes, 7 to 9 minutes each to simulate the papers 75:25 format split. നമ്മളുടെ എക്സാം പാറ്റേൺ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു 75% നമുക്ക് ലോങ് എസ്സേ ആണ് ചോദിക്കുന്നത് അല്ലെ, 25% ആണ് ഷോർട്ട് നോട്ട് വരുന്നത്. സോ ഇവിടെ ഈ മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സിൽ നിങ്ങൾ ഒരു എസ്സേ എഴുതി നോക്കാം, പിന്നെ ഒരു 2 ഷോർട്ട് നോട്ട്സ് എഴുതി നോക്കാം. ഷോർട്ട് നോട്ട് എഴുതുന്ന സമയത്ത് ഒരു 7 to 9 മിനിറ്റ്സിന് ഉള്ളിൽ ഓരോ ഷോർട്ട് നോട്ടും എഴുതി കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഒരു ലോങ് എസ്സേയും എഴുതി നോക്കാം, 2 ഷോർട്ട് നോട്ട്സും എഴുതി നോക്കാം. ദെൻ ഇനി നമ്മൾ ലോ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോവുക. പിന്നെ ഒരു 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുക, ഒരു മൈക്രോ ഔട്ട്ലൈൻ. ദെൻ ഒരു ഫാക്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക, അതിലെ ഡേറ്റ്സ്, ടൈറ്റിൽസ്, പ്ലേസസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഫാക്ട് ബാങ്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ഡേ റിവിഷന് അത് ഹെൽപ്പ് ചെയ്യും. ദെൻ യൂസ് ദി സ്പേസ്ഡ് റീകോൾ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഓരോ ടോപ്പിക്സും അതിന്റെ ഹെഡിങ് എന്താണെന്ന് ഓർക്കുക, പിന്നെ അതിൽ വരുന്ന കീ ടേംസ് ഒക്കെ ഒന്ന് ഓർത്തിട്ട് ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. എക്സാമ്പിൾ ഇപ്പം ചൗര പഞ്ചശിക മോട്ടീവ്സ്, സുഹൃവാദി ഫീച്ചേഴ്സ്, ഇതിലൊക്കെ കീ ടേംസ് എന്താണ് വരുന്നത് എന്നൊക്കെ റീകോൾ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഒരു ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേൺ തന്നെ, ബാച്ചുലേഴ്സ് ഓഫ് ആർട്സ് ഇൻ ഹിസ്റ്ററി, December TEE 2025, PHIC 107, History of India for BA History. Time 3 hours ആണ്, മാക്സിമം മാർക്ക് 100 ആണ്. ഇൻസ്ട്രക്ഷൻസിൽ തന്നിട്ടുള്ളത് attempt any 5 questions in about 400 words each. Then attempt at least 2 questions from each section and all questions carry equal marks. സെക്ഷൻ 1-ല് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോഴ്സസ് ആൻഡ് റീകൺസ്ട്രക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുമാണ്. തീം 1-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രിറ്റിക്കലി അസസ് ഹൗ അറബിക് പേർഷ്യൻ ക്രോണിക്കിൾസ് ആൻഡ് സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻസ് ടുഗദർ ഷേപ്പ് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഗവേണൻസ് ആൻഡ് സൊസൈറ്റി അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് സുൽത്താൻ, നൊബിലിറ്റി ആൻഡ് ഉലമ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. Examine the mechanisms through which the Sultan negotiated with the nobility and the ulama and evaluate the consequences of this relationship for political stability. Then third one, architecture of administration എന്നുള്ള ടോപ്പിക്കിൽ നിന്നുമാണ്. Analyze the functions and the coordinations of Diwani Dizarat, Diwani Ars, Diwani Risalat and Diwani Insha and explain how this central apparatus interfaced with IGDA-based provincial governance. Then fourth, short note question ആണ്. 2 ഷോർട്ട് നോട്ട് ആണ് എഴുതേണ്ടത്. അതിൽ ആദ്യത്തെ ടോപ്പിക് കൺസോളിഡേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊഫൈൽ ഓഫ് ബാമനി സ്റ്റേറ്റ്. സെക്കൻഡ് വൺ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് അണ്ടർ വിജയനഗര. തേർഡ് വൺ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ വിജയനഗര, നായങ്കര ആൻഡ് അയഗാർ സിസ്റ്റംസ്. ഫോർത്ത് വൺ ലെജിറ്റിമൈസേഷൻ ഇൻ ദ 15th century regional states. ഇനി സെക്ഷൻ 2-ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ റവന്യൂ ആൻഡ് സൊസൈറ്റി എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. കമ്പയർ ലാൻഡ് റവന്യൂ എക്സ്ട്രാക്ഷൻ അണ്ടർ അലാവുദ്ദീൻ ഖൽജി ആൻഡ് മുഹമ്മദ് ബിൻ തുഗ്ലക് ആൻഡ് അസസ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അഗ്രാരിയൻ ഇമ്പാക്ട്. ദെൻ സിക്സ്ത് വൺ ട്രേഡ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുമാണ്. അനലൈസ് ദ ഓർഗനൈസേഷൻ ഓഫ് ഇൻലാൻഡ് ട്രേഡ് അണ്ടർ ദ ഡൽഹി സുൽത്താൻസ് റൂട്ട്സ്, മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മർച്ചന്റ് ഗ്രൂപ്പ്സ് ആൻഡ് എക്സ്പ്ലെയിൻ how credit and banking practices structured exchange. Then seventh question, paintings and patronage എന്നുള്ള ടോപ്പിക്കിൽ നിന്നുമാണ്. Discuss aims, media and context of paintings from Sultanate courts to regional ateliers with attention to manuscript illustration and mural evidence. Eighth, short notes ആണ്. First topic, social role of Sufis in town and countryside. Second one, conflict between Brahmanic and Vedantic traditions, areas of contention and accommodation. Third one, temple construction 1200 to 1550, forms, materials and patronage. Then fourth one, agrarian relations in the 13th to 14th century, peasants, intermediaries and revenue grantees. ഇതാണ് നമ്മളുടെ ഒരു predictive question paper. സോ ഈ ഓരോ ക്വസ്റ്റ്യൻസും ഏത് രീതിയിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ദെൻ ഏതൊക്കെ കീ പോയിന്റ്സ് അതിൽ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം,
അപ്പം ഇതിൻ്റെയൊക്കെ ഒരു മോഡൽ ആൻസേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള ഫോൾഡറിൽ അവൈലബിൾ ആയിരിക്കും. സോ അതെല്ലാവരും ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഹൈ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട്, അത് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ എൻഷുർ ചെയ്യുക. എല്ലാവരും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാം ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.